ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്ത് മിക്സ് പൗഡർ, അതായത് അമൃതം പൊടി കൊണ്ട് ഒരു ലഡു ആണ്. അതിനായിട്ട് ഞാനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അണ്ടിപ്പരിപ്പ് ഞാൻ ക്രഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ നുറുങ്ങ് പീസായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെയും ചൂടാറാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായതിനു ശേഷം നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന അമൃതം പൊടി, അതായത് ഹെൽത്ത് മിക്സ് പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ, നല്ല മൂത്ത് വരുന്നൊരു മണം വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ 2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആയതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടിത്തുടങ്ങി. ഇനി നമ്മളിത് തീ ഓഫാക്കി ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇത് ആറിയതിന് ശേഷം നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, പിന്നെ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ, അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ഓൾറെഡി അതിന് അമൃതം പൊടിക്ക് മധുരമുണ്ട്, അതുകൊണ്ടാണ് 2 സ്പൂൺ പഞ്ചസാര ഇടുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഉരുട്ടി നോക്കുക, ഇത് ഉരുളയായിട്ട് ഉരുണ്ട് വരുന്നുണ്ടോ എന്ന്. ഇത് ഉരുളയായിട്ട് ഉരുണ്ട് വരുന്നില്ല, പൊടിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ 2 സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നതാണ്. പാലൊഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല മയമായിട്ടിത് ഉരുട്ടിയെടുക്കാൻ കഴിയും. ഇപ്പം നമ്മളുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.